തൃശൂരിലെ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ മുരിങ്ങൂർ ഭാഗത്ത് വൻ ഗതാഗത കുരുക്ക്. ഡിവൈൻ നഗർ അടിപ്പാത പ്രദേശത്തും മുരിങ്ങൂരിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഗതാഗത കുരുക്ക് ഉണ്ടായത്. ലിഷോയ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ലിഷോയ്, വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ്. നിലവിലെ സാഹചര്യം എന്താണ്? ചാലക്കുടി മേൽപ്പാലം വരേക്കും ഏകദേശം 2 കിലോമീറ്റർ ദൂരം മുരിങ്ങൂർ ഭാഗത്ത് നിന്നും ചാലക്കുടി മേൽപ്പാലം വരേക്കുള്ള ദൂരത്തേക്ക് ഇപ്പോൾ ഗതാഗത കുരുക്ക് നീണ്ടിട്ടുണ്ട്. ഈ ചാലക്കുടി മേഖലയിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി പെയ്ത മഴയിൽ ആണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. അവിടെ കൃത്യമായി കാനകൾ ഇല്ലാത്തതിനാലും ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ അശാസ്ത്രീയമായ കാന നിർമ്മാണവുമാണ് ഈ ഒരു വെള്ളം ഒഴുകി പോകാതിരിക്കുന്നതിന് കാരണമായി അവിടുത്തെ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതോടുകൂടി നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന ഇടത്തും അതുപോലെ തന്നെ ഡിവൈൻ അടിപ്പാതയിലും ഒക്കെ തന്നെ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തുടർന്ന് വാഹന ഗതാഗതം വളരെ വേഗത കുറഞ്ഞു മാത്രമേ സാധിക്കുന്നുള്ളൂ. ഇതുകൊണ്ട് തന്നെ രാവിലെ ഈ സമയത്ത് എറണാകുളം ഭാഗത്തേക്കുള്ള ദേശീയപാതയുടെ ഭാഗം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഏകദേശം 2 കിലോമീറ്ററിലധികം ദൂരം ഇപ്പോൾ ഗതാഗത കുരുക്കുണ്ട്. ഈ വെള്ളം ഒഴുകി പോയതിനു ശേഷം ഈ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാകുകയുള്ളൂ എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ. പക്ഷേ യാതൊരു വിധത്തിലും ഗതാഗത കുരുക്കിന് ഒരു പരിഹാരം ആകുന്നില്ല. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ഈ ഗതാഗത കുരുക്ക് കാരണം നിർത്തിവെച്ച ടോള് പുനഃസ്ഥാപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ പഴയപടി ആയിരിക്കുകയാണ്. ശരി ലിഷോയ്, തൃശൂരിലെ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ മുരിങ്ങൂർ ഭാഗത്താണ് വെള്ളക്കെട്ട് കാരണം ഇത്തരത്തിലൊരു ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. അശാസ്ത്രീയമായ കാന നിർമ്മാണമാണ് ഈ വെള്ളക്കെട്ട് ഇങ്ങനെ രൂപപ്പെടാനുള്ള കാരണമെന്നാണ് പറയുന്നത്.